ഫാമിലി, അപ്പോൾ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എക്സാം നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, അതായത് NTA ആസ്പിറൻസിൻ്റെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മക്കളെ, നമ്മളുടെ NTA എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ക്ഷണിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് അപ്ലൈ ചെയ്യേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ UPSCയുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ upsc.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ വാട്ട്സ് ന്യൂ, അതായത് നമ്മുടെ ഹോം പേജിൽ വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കണ്ടോ. വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ നാഷണൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമിൻ്റെ എക്സാമിനേഷൻ 2024ൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഔട്ട് ആയിട്ടുള്ളത്. സോ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു ടാബിലേക്കാണ് പോവുക. സോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഡോക്യുമെന്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, ആരൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് അല്ലെ ഈ നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ തന്നെ നേവൽ അക്കാദമി എക്സാമിനേഷൻസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് എൻ്റെ കുട്ടികളോട് പറയാൻ വേണ്ടി മിസ് പോകുന്നത്. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ UPSCയുടെ ഏതൊരു എക്സാംസ് എഴുതുമ്പോഴും നമ്മൾ സാധാരണ PSCയും അതുപോലെ തന്നെ SSCയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ കുട്ടികൾ ആദ്യം ഒരു 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ 1 ടൈം രജിസ്ട്രേഷൻ പറയുന്ന ആ പേരിലുള്ള പോലെ തന്നെ ഒരു സമയം അല്ലെ 1 ടൈം നിങ്ങൾ ചെയ്താൽ മതി, ലൈഫിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് UPSCയുടെ ഏതൊരു എക്സാംസ് വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അപ്പോൾ ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് പേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ ഫോർ എക്സാമിനേഷൻസ് കാണാൻ പറ്റും. അതിൽ എൻ്റെ കുട്ടികൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ടാബാണ് വരിക. ഓക്കെ, അപ്പം നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡിൽ നിങ്ങളുടെ ക്ലിക്ക് ചെയ്യുക, അതിന് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഇനി അല്ല ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ OTPയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് വെരിഫിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിമും നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് പിന്നീട് എൻ്റെ കുട്ടികൾ UPSCയുടെ ഏതൊരു എക്സാംസും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ NTA എക്സാംസിന് വേണ്ടിയിട്ടുള്ള 2024 എക്സാം നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഒരു PDF നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു PDF ആണ് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ UPSCയുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9/1/2024 അതായത് January 9 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ തന്നെ നേവൽ അക്കാദമിയിലേക്കുള്ള എക്സാമിനേഷൻ ഇത്. സോ നിങ്ങൾക്ക് നമ്മുടെ NTA അതുപോലെ തന്നെ നേവി അക്കാദമിയിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ നല്ലപോലെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ്സ് പറഞ്ഞുതരാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കാൻഡിഡേറ്റ് എലിജിബിലിറ്റിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ upsconline.nic.in എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്സും നിങ്ങൾ വരുത്താതിരിക്കുക. പിന്നീട് അത് മാറ്റാനും പിടിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഓരോ ഡീറ്റെയിൽസും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോ
ഓക്കെ, ഒരു ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് വോട്ടർ ID കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സ്കൂൾ ഫോട്ടോ ID അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ID, ഓക്കെ, നിങ്ങളുടെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഫെർദർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഫോട്ടോ നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ, അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അപ്ലിക്കേഷൻസ് ഫില്ല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക 9-ാം തീയതി വരെയാണ്. ജാനുവരി 9 വൈകിട്ട് 6 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് റോങ് പെനാൽറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ആണ്. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാമിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ കാര്യം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആൻഡ് ഓൾസോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ബോൾ പെൻ, അതായത് ബ്ലാക്ക് ആയിട്ടുള്ള ബോൾ പെൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ എൻ്റെ കുട്ടികളോട് പറയുന്നുള്ളൂ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ഫോൺ ബാൻഡാണ്. ഓക്കെ, അപ്പോൾ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈവൻ ദോ സ്വിച്ച് ഓഫ് ആണെങ്കിലും എന്താണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അതായത് വേക്കൻസീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ അതിൻ്റെ വേക്കൻസീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്, അല്ലേ മക്കളെ? അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമിയിൽ 208, അതിൽ 10 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് 208 വേക്കൻസീസ് ആണുള്ളത്. ഇനി നേവിയിലേക്ക് നോക്കുകയാണെങ്കിൽ 42 ആണ്, അതിൽ 12 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. എയർഫോഴ്സിലേക്കാണെങ്കിൽ ഫ്ലൈയിങ്ങിന് 92 ആണ്, അതിൽ 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് അതായത് ടെക്നിക്കൽ 18 പേർക്കാണ്, അതിൽ 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ 10 ആണ്, അതിൽ 2 ഫീമെയിൽസ് ഇൻക്ലൂഡഡ് ആണ്. ദെൻ നേവൽ അക്കാദമി +2 2 കാൻഡിഡേറ്റ്, അത് 30 പേർക്കാണ് ഉള്ളത്, അതിൽ 9 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 400 വേക്കൻസീസ് ആണ് നിങ്ങൾക്കുള്ളത്. സോ ഈ 400 വേക്കൻസിന് ഒരു ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എക്സാമിന് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആൻഡ് ഇതിൻ്റെ വേക്കൻസീസും കാര്യങ്ങളും പിന്നീടും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് അവിടുത്തെ അവൈലബിലിറ്റി അത് നാഷണൽ ഡിഫൻസ് അക്കാദമിയും അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാദമിയും അനുസരിച്ചിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പിന്നീട് അത് അറിയിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കേരള നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം. ഓക്കെ, നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൊച്ചി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ മക്കളെ. അപ്പം മെയിനായിട്ട് നമ്മുടെ കേരള നോക്കുകയാണെങ്കിൽ കേരളയിൽ നമുക്കുള്ളത് കൊച്ചി ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ കോഴിക്കോട് ഓപ്ഷൻ ഉണ്ട്, ദെൻ തിരുവനന്തപുരമാണ് ഓപ്ഷൻ ഉള്ളത്. ഈ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് മെയിനായിട്ട് കേരളത്തിൽ ഓപ്ഷൻ ഉള്ളൂ. ഇനി ഇല്ല നിങ്ങൾക്ക് പുറത്തുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ, സെൻറ്റേഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇനി ഏറ്റവും എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് നാഷണാലിറ്റി അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ, അതായത് മാരീഡ് അല്ലാത്ത അൺമാരീഡ് മെയിൽ ഓർ ഫീമെയിൽ ആയിരിക്കണം. അത് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാളും ആവാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അതും ആവാം. ഓക്കെ, ഇനി നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓൺലി അൺമാരീഡ് മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2 ജൂലൈ 2005. 2005 മുമ്പോ അല്ലെങ്കിൽ 2008 1 ജൂലൈക്ക് ശേഷമോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനിടയിലുള്ളവർക്ക് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ 2 ജൂലൈ 2005 തൊട്ടിട്ട് 1 ജൂലൈ 2008 കാൻഡിഡേറ്റ്സിനാണ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഉള്ളത് എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ കാറ്റഗറിയിൽ പെട്ടതാണോ, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനുശേഷം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതായത് ഈ എക്സാമിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് മിസ് പറയാൻ പോകുന്നത്. ഫോർ ആർമി വിങ് ഓഫ് നാഷണൽ ഡിഫൻസ്, അതായത് NDAയുടെ ആർമി വിങ്ങിലേക്ക് നിങ്ങൾക്ക് 12th ക്ലാസ് പാസ്,
ഓക്കെ. അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് സ്കൂൾ ഓഫ് എക്സാമിനേഷൻ ഇക്വൽ, അതായത് +2 ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2 നിങ്ങൾ എഴുതാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ, നോ പ്രോബ്ലം. ഇനി എയർഫോഴ്സ് അല്ലെങ്കിൽ നേവൽ വിങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ 12th ക്ലാസ് പാസ്സായിരിക്കണം. വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ആയിരിക്കണം നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ആയിട്ട് നോക്കേണ്ടത്. അതായത് ഇപ്പം +2 അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക്, അതായത് +2 എഴുതാൻ പോകുന്നത്, +1 പഠിക്കുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബട്ട് +2 എഴുതാൻ വേണ്ടി പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ഇനി നമ്മളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം NDA ആൻഡ് നേവൽ അക്കാദമിയുടെ അവരുടെ ഫിസിക്കൽ ഗൈഡ് ലൈൻസ് നിങ്ങൾ പാസ്സാവുന്നുണ്ട്, നിങ്ങളത് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ്, ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്കത് ഫെർദർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഫീയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ്, അതായത് SC ST കാൻഡിഡേറ്റ്സ്, എക്സെപ്റ്റ് SC ST കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ബാക്കിയുള്ളവർക്കൊക്കെ എക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഫീസ് അപ്ലൈ ഇല്ല. ഓക്കെ. അപ്പോൾ നോക്കുക, എക്സെപ്റ്റിംഗ് SC ST കാൻഡിഡേറ്റ്സിന് വേണ്ട, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ട, നിങ്ങൾ നോക്കുക ഇതിൽ പെട്ടതാണോ ഞാനെന്ന് നോക്കുക. അല്ലാത്തവർ ആ റിക്വയർഡ് ടു പേ ഫീ ഓഫ് 100 റുപ്പീസ്, ജസ്റ്റ് 100 റുപ്പീസിൻ്റെ ഫീസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക്. അപ്പോൾ അത് പേ ചെയ്യും കൂടെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം, ഇല്ലെങ്കിൽ ബാങ്ക് വഴി പേ ചെയ്യാം, എങ്ങനെയായാലും UPI പേയ്മെൻറ്റും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണോ അങ്ങനെ എന്ത് ചെയ്യുക, പേ ചെയ്യുക കേട്ടോ. ഇനി അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. ഓക്കെ. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേണും കൂടെ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, കുറച്ച് താഴോട്ടേക്ക് പോകാനുണ്ട്. യെസ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9th ജനുവരി ആണ്, അത് മിസ് പറഞ്ഞിരുന്നു. ആൻഡ് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ അറിയേണ്ടത് നമ്മുടെ എക്സാമിൻ്റെ പിന്നെ കുറേ ഉണ്ട് കേട്ടോ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വായിക്കുക തന്നെ വേണം കേട്ടോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ തന്നെയാണ്. അതിൽ മാത്തമാറ്റിക്സ് 2.5 മണിക്കൂർ 300 മാർക്ക്, ആൻഡ് ജനറൽ എബിലിറ്റി ടെസ്റ്റ് 2.5 മണിക്കൂർ 600 മാർക്സ് ആണ്, ടോട്ടൽ 900 മാർക്സ് ആണ്. ആൻഡ് SSB ടെസ്റ്റും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവും 900 മാർക്സ് ആണ് വരിക. ഇതാണ് നിങ്ങളുടെ സ്കീം ഓഫ് എക്സാമിനേഷൻ ആൻഡ് മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ അറിയേണ്ടത്. അപ്പം നന്നായിട്ട് ഈ ഒരു PDF നന്നായിട്ട് വായിക്കുക. ഇതൊരു 117 ഇതിലെ സിലബസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു PDF-ലുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മിസ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും കൂടെ ഉള്ളതാണ്. സോ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഓരോ ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക, തെറ്റിക്കാതെ കൊടുക്കുക. ബിക്കോസ് ഏതൊരു ഏറ്റവും ചിലപ്പോൾ അവസാനത്തെ ഘട്ടത്തിൽ വന്നിട്ടായിരിക്കും റിജക്ഷൻ വരുന്നുണ്ടാവുക. സോ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം NDA അതുപോലെ തന്നെ നേവൽ അക്കാദമി എക്സാമിനേഷൻസ് എഴുതാൻ എൻ്റെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. 9-ാം തീയതി വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മാക്സിമം നമ്മുടെ ഡിഫൻസ് ആസ്പിറൻസിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് എത്താൻ എൻ്റെ കുട്ടികൾക്ക് പറ്റട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.